വയനാട് പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയെ ആക്രമിച്ചു കൊന്ന നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലുന്നത് വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. സ്ഥലത്തെത്തിയ CCF അടക്കമുള്ളവരെ നാട്ടുകാർ തടഞ്ഞു. അതേസമയം കടുവയ്ക്ക് തിരച്ചിൽ തുടരുകയാണ്. കടുവ പ്രദേശത്ത് തന്നെയുണ്ടെന്ന് വനം വകുപ്പ് അറിയിച്ചു. ആക്രമണത്തിൽ മരിച്ച രാധയുടെ സംസ്കാരം പഞ്ചാരക്കൊല്ലിയിൽ നടന്നു. വാർത്തയുടെ വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു. രാജേഷ്, രാധയെ ആക്രമിച്ചു കൊന്ന നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതിനിടെ രാധയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഒപ്പം തന്നെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രദേശത്ത് നടക്കുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ഇറങ്ങിയ നരഭോജി കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അലയടിക്കുന്നത്. പ്രധാനമായും വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പിലേക്ക് ഇരച്ചു കയറിയ പ്രതിഷേധക്കാർ, നാട്ടുകാർ, സമീപവാസികളായ നാട്ടുകാരെല്ലാം ഈ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത്. പ്രധാനമായും ഇവർ പറഞ്ഞ DFOക്കെതിരെ ഒരു കൊലക്കുറ്റത്തിൻ്റെ കേസെടുക്കണമെന്ന ഒരു പ്രതിഷേധമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. തൊട്ടു പിന്നാലെ ഈ വെറ്റിനറി സംഘമായ അരുൺ സക്കറിയ എന്തുകൊണ്ട് എത്തിയില്ല, 1 മണിയോടെ ആയിരിക്കും അദ്ദേഹം ഇവിടെ എത്തുക, എന്തുകൊണ്ട് നേരത്തെ എത്തുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെ എന്തുകൊണ്ട് എത്തിയില്ല എന്ന ചോദ്യം ഉന്നയിച്ചാണ് പ്രധാനമായും ഈ ബേസ് ക്യാമ്പിലെ CCF ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നത്. തൊട്ടു പിന്നാലെ ഈ പഞ്ചാരക്കൊല്ലി ഇറങ്ങിയ നരഭോജി കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഇതുവരെ ഒരു വനംവകുപ്പ് നൽകുന്ന ഒരു അവ്യക്തത മറക്കി നീക്കിവെന്ന് യഥാർത്ഥത്തിൽ കടുവ പിടികൂടണം എന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഇത് പ്രധാനമായി ഉന്നയിക്കുന്നത്. തൊട്ടു പിന്നാലെ എന്തുകൊണ്ട് കടുവ വെടിവെച്ച് കൊല്ലുന്നില്ല? ഇന്നലെ ഉച്ചയോടെ ഇതേ സമയത്തോടെയായിരുന്നു ഈ പഞ്ചാരക്കൊല്ലി സ്വദേശിയായ ഈ രാധയെ കടുവ ഇതുപോലെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതും. തൊട്ടു പിന്നാലെ 24 മണിക്കൂർ കഴിഞ്ഞ് എന്തുകൊണ്ട് ഇതുപോലെ നരഭോജിയായ കടുവയെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്നൊരു പ്രതിഷേധമാണ് ഇത് നാട്ടുകാർ ഉന്നയിക്കുന്നത്. DFOക്കെതിരെ ഒരു കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നൊരു ആവശ്യം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ എന്തുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയാണ് ഒരു മനുഷ്യജീവന്റെ വില എന്നൊരു മറ്റൊരു നാട്ടുകാരനാണ് ഇതുപോലെ വനംവകുപ്പിനെതിരെ പ്രതിഷേധം ഉന്നയിക്കുന്നത്. അത് എന്തായാലും ഈ സമീപ മേഖലയെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുകയാണ്. തൊട്ടു പിന്നാലെ എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ പ്രതിഷേധം അലയടിക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷ സമീപ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ ഈ അരുൺ സക്കറിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘം ഈ സമീപ മേഖലയിൽ എത്തുമെന്നൊരു കാര്യം കൂടി വനംവകുപ്പ് വ്യക്തമാക്കുന്നു. എന്തായാലും 38ഓളം ക്യാമറ സമീപ മേഖലയെല്ലാം ഈ ഇന്നലെ നടന്ന പഞ്ചാരക്കൊല്ലി മേഖലയിലെല്ലാം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 1-2 ക്യാമറകളിൽ ഈ കടുവ സാന്നിധ്യം കണ്ടെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും നാട്ടുകാർ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി കൂടുതൽ തിരച്ചിൽ വ്യാപിപ്പിക്കുന്നില്ല? ഈ നരഭോജിയായ കടുവയെ ദേശീയ കടുവ സംരക്ഷണ നിയമം അനുസരിച്ച് വെടിവെച്ചാൽ നരഭോജി എന്ന് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇന്നലെ AK ശശീന്ദ്രൻ പുറപ്പെടുവിച്ചിരുന്നു. എന്തുകൊണ്ട് അത് നടപ്പാക്കുന്നില്ല? ഒരു മനുഷ്യജീവന് 10 ലക്ഷം രൂപയുടെ വിലയാണോ സർക്കാർ നൽകുന്നത് എന്നീ ചോദ്യം ഉന്നയിച്ചാണ് സമീപ മേഖലയിൽ ഈ വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പിൽ ഒരു പ്രതിഷേധം നാട്ടുകാർ ഉയർത്തുന്നത്. അതേസമയം തന്നെ ഇന്നലെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ നരഭോജി കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ ഈ സമീപ മേഖല ഈ മാനന്തവാടി നഗരസഭയിലെ പരിധികളിൽ വിവിധ ഡിവിഷൻ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ആ ഹർത്താൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി മുതൽ വരെ ആയിരുന്നു. ഇതിൽ തന്നെ ചിലയിടങ്ങളിൽ ഒരു UDF പ്രവർത്തകരും ഈ സർക്കാർ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം മാനന്തവാടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായി UDF പ്രവർത്തകർ ഉന്നയിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ജീവനക്കാർ തങ്ങളെ ആക്രമിച്ചു, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട് തങ്ങളെ ആക്രമിച്ചു എന്നൊരു കാര്യം കൂടി UDF പ്രവർത്തകർ ഇതിനോട് മുന്നേറ്റ് വെക്കുന്നു. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മലയോര സമരയാത്ര ഇന്ന് തുടക്കമാവുകയാണ്. കണ്ണൂരിലെ ഇരിക്കൂറിലാണ് ഇന്ന് ഒരു മലയോര സമരയാത്ര VD സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇത് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട് വന്യജീവി ആക്രമണത്തിൽ നിന്ന് മലയോര ജനങ്ങളെ രക്ഷിക്കുക എന്നൊരു ആവശ്യം ഉന്നയിച്ചാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും തന്നെ ഈ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷം. അതിനപ്പുറം വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വയനാട് പോലുള്ള കാടിനോട് ചേർന്ന് താമസിക്കുന്ന ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ വന്യജീവി ആക്രമണം
തുടരുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. എന്തായാലും നാളെ ചേരുന്ന യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വനമന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ള പോലീസും സംയുക്തമായി ഈ വയനാട്ടിൽ നാളെ ഒരു സംയുക്ത യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിൽ വയനാട് ജനതയെ എങ്ങനെ രക്ഷിക്കാമെന്നൊരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കും, തൊട്ടു പിന്നാലെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നൊരു കാര്യം കൂടി വനംവകുപ്പ് മന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എന്തായാലും സമീപ മേഖലയെല്ലാം ഒരു ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിയായ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രദേശത്ത് BNSSന്റെ 166 ആക്ട് പ്രകാരം ഒരു നിരോധാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ചിറക്കര ഡിവിഷനുകളിലാണ് ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഇതുപോലെ ഒരു ജാഗ്രത നിർദ്ദേശം, ഒരു നിരോധാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് എന്തായാലും തന്നെ പ്രതിഷേധം തന്നെ വലിയ രീതിയിൽ തന്നെ കനക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട് ഈ മേഖലയിൽ സംബന്ധിച്ചോളം പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടെ കൂടുതൽ RRT സംഘം സമീപ മേഖലയിൽ എത്തുമെന്നൊരു കാര്യം കൂടി വനംവകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഒരു തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വ്യാപക തെരച്ചിലൊന്നും ഇന്ന് ഉണ്ടാകില്ലെന്നാണ് ഇതുവരെ വനംവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന് തീരുമാനം ഇനി ഏതെല്ലാം രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ നരഭോജിയായ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത തുടർ നടപടി എന്തായിരിക്കും എന്ന ചോദ്യമാണ്. അല്ലെങ്കിൽ വരും മണിക്കൂറിൽ ഇത്തരം ചോദ്യങ്ങളെല്ലാം ഉയർന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ കനക്കുന്ന സാഹചര്യമാണ് വയനാട് പഞ്ചാരക്കൊല്ലി മേഖലയിൽ പ്രധാനമായും വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൃന്ദ. രാജേഷ്, അതോടൊപ്പം തന്നെ ഈ കടുവയ്ക്കായുള്ള വ്യാപകമായ തിരച്ചിൽ തുടരുന്നതിനിടെ ഇന്നലെ ഈ ഒരു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആളുകൾ കടുവയെ കണ്ടു എന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ആയതോടുകൂടി തന്നെ കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ കടുവയെ പിടികൂടുന്നതിന് തന്നെയായിരിക്കും പ്രാഥമികമായിട്ടും ഈ ഒരു വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ കടുവയെ ഇവിടെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ഉത്തരവ് നിലനിൽക്കുമ്പോൾ കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതോടൊപ്പം തന്നെ കൊല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാനാവില്ല എന്നുള്ള ഒരു ഉറച്ച പ്രതിഷേധത്തോടു കൂടി തന്നെയാണല്ലേ നാട്ടുകാർ ഉള്ളത്. വെറുതെ ഇന്നലെയോടെയായിരുന്നു ഈ കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് AK ശശീന്ദ്രൻ ഒന്നുകിൽ വെടിവെച്ച് കൊല്ലും അതിന് ഉത്തരവിറക്കിയത്. എന്നാൽ ഇന്ന് രാവിലെ വനംവകുപ്പിന്റെ പ്രാഥമിക ഒരു നിരീക്ഷണം അല്ലെങ്കിൽ പ്രാഥമിക പരിഗണന ഈ കടുവയെ ജീവനോടെ അല്ലെങ്കിൽ പിടികൂടണമെന്നൊരു പ്രാഥമിക പരിഗണനയാണ് ഈ വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. ഇത് തന്നെയാണ് നാട്ടുകാർക്കിടയിലെ പ്രതിഷേധം ഉയരാനുള്ള പ്രധാന കാരണവും. അത് പ്രധാനമായും കടുവയെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ നരഭോജിയായ കടുവ സംരക്ഷണ നിയമപ്രകാരം ഒരു നരഭോജി കടുവയെ അന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ വെടിവെച്ച് കൊല്ലണമെന്നൊരു ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല. 24 മണിക്കൂറും കഴിഞ്ഞിട്ട് വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ കടുവയെ പിടിച്ച് ഉൾവനത്തിലാക്കാനോ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ വ്യാപകമായ തെരച്ചിൽ പ്രദേശത്തൊന്നും നടക്കുന്നില്ല. ഇത് ഉന്നയിച്ചായിരുന്നു പ്രധാനമായും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. തൊട്ടു പിന്നാലെ ഇന്നലെ രാത്രിയോടെ വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് വൈത്തിരി ഭാഗത്തെല്ലാം നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചെങ്കിലും ഇതിലെല്ലാം ഒരു അവ്യക്തത വ്യക്തത പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഈ വനംവകുപ്പിനെതിരെയുള്ള പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ ഈ അരുൺ സക്രിയ ഉച്ചയോടെ ഈ മേഖലയിൽ എത്തും. കൂടുതൽ RRT സംഘം തൊട്ടു പിന്നാലെ മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കി ആനകളടക്കമുള്ള തിരച്ചിലിന് വ്യാപകമായി എത്തുന്ന കാര്യം ഇന്ന് ഉച്ചയോടെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം കൂടുതൽ ഒരു വ്യാപക തിരച്ചിലില്ലെങ്കിലും നരഭോജിയായ കടുവയെ പിടികൂടാമെന്ന ശുഭപ്രതീക്ഷ വനംവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ പ്രധാനമായി പറയുന്നത് ഈ നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന കാര്യം തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനമായ ആധാരം. അല്ലെങ്കിൽ നാട്ടുകാർ ഇടപെട്ട് വെടിവെച്ച് കൊല്ലുമെന്നൊരു ഒരു കാര്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാലും സമീപ മേഖലയെല്ലാം ഒരു ജാഗ്രത നിർദ്ദേശം കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. വൃന്ദ. ശരി, രാജേഷാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.